ഹായ് വെൽക്കം ടു അനദർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലഡ് സെൽ ഇൻഡീസസ് അല്ലെങ്കിൽ റെഡ് സെൽ ഇൻഡീസസ് അതിന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് റെഡ് സെൽ ഇൻഡീസസ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സെൽ ഇൻഡീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ RBCയുടെ പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡ് സെൽ ഇൻഡീസസ് എന്ന് പറയുന്നത്. ബ്ലഡ് സെൽ ഇൻഡീസസ് ഡിറൈവ് ചെയ്തിട്ടുള്ള എവിടുന്നാണ്? നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് എന്നാണ്. അതിന്റെ പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡ് സെൽ ഇൻഡീസസ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ബ്ലഡ് സെൽ ഇൻഡീസസ് ഉണ്ട്. അപ്പൊ ഇത് എന്തിനൊക്കെയാണ് നമുക്ക് ഈ ബ്ലഡ് സെൽ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ളത്? നമുക്ക് നമ്മുടെ ഡയഗ്നോസ്റ്റിക്കിന്റെ ടൈമില് പിന്നെ എന്ത് ഇൻഫർമേഷൻസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സൈസ്, അതുപോലെ ഹീമോഗ്ലോബിൻ കണ്ടന്റ്, പിന്നെ നമ്മുടെ RBCയുടെ കോൺസെൻട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ റെഡ് സെൽ ഇൻഡീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഇൻഡീസസ് പിന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനീമിയാസിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അതായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ സൈസ്, അതുപോലെ തന്നെ ഹീമോഗ്ലോബിന്റെ കണ്ടന്റ്, പിന്നെ RBCയുടെ കോൺസെൻട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ റെഡ് സെൽ ഇൻഡീസസ് നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ റെഡ് സെൽ ഇൻഡീസസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. ഫസ്റ്റ് വന്നിട്ടുള്ളത് MCV ആണ്, മീൻ കോർപ്പസ്കുലാർ വോളിയം. MCV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിംഗിൾ RBCയുടെ അല്ലെങ്കിൽ സിംഗിൾ ബ്ലഡ് സെല്ലിന്റെ ആവറേജ് വോളിയത്തിനെയാണ് എന്ത് പറയുന്നത്? MCV എന്ന് പറയുന്നത്. സിംഗിൾ RBCയുടെ ആവറേജ് വോളിയം. ഓക്കെ, MCV എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആവറേജ് വോളിയം ഓഫ് എ സിംഗിൾ റെഡ് ബ്ലഡ് സെൽ. ആവറേജ് വോളിയം ഓഫ് എ സിംഗിൾ റെഡ് ബ്ലഡ് സെൽ ആണ് എന്ത് പറയുന്നത്? MCV അഥവാ മീൻ കോർപ്പസ്കുലാർ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഉണ്ട്. ഇപ്പൊ MCV നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹെമറ്റോക്രിറ്റ് ഡിവൈഡഡ് ബൈ RBC കൗണ്ട് ഇൻറ്റു 10 എന്നുള്ളതാണ്. ഹെമറ്റോക്രിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതാണ് SCT അല്ലെങ്കിൽ PCV എന്നുള്ളതാണ്. അപ്പോൾ ഹെമറ്റോക്രിറ്റ് ഡിവൈഡഡ് ബൈ RBC ഇൻറ്റു 10 എന്നുള്ളതാണ് നമ്മുടെ MCVയുടെ ഫോർമുല. MCV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ആവറേജ് വോളിയം ഓഫ് എ സിംഗിൾ റെഡ് ബ്ലഡ് സെല്ലാണ് MCV എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു MCV നമുക്ക്, അതായത് ആവറേജ് വോളിയം അല്ലേ, അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെ ഇന്റർപ്രിട്ടേഷൻസ് ആയിട്ട് വരാൻ പറ്റും? മൈക്രോസൈറ്റിക് ഉണ്ടായിരിക്കും, അതുപോലെ മാക്രോസൈറ്റിക് ഉണ്ടായിരിക്കും, നോർമോസൈറ്റിക് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനെല്ലാം തന്നെ എന്തുണ്ട്? നോർമൽ ആയിട്ടുള്ള ഒരു റേഞ്ച് ഉണ്ട്. MCVയുടെ നോർമൽ എന്ന് പറയുന്നത് 80 to 100 ഫെംറ്റോലിറ്റർ ആണ് വരുന്നത്. 80 to 100, അപ്പൊ അതായിരിക്കും നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മൈക്രോസൈറ്റിക് എന്ന് പറയുമ്പോൾ 80നെക്കാളും കുറവായിരിക്കും. മാക്രോസൈറ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 100നെക്കാളും കൂടുതലായിരിക്കും. അപ്പൊ അതാണ് ഈ MCV എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് MCH ആണ്, മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ, MCH. അപ്പോ MCH എന്ന് പറയുന്നത് ആവറേജ് എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ എ സിംഗിൾ RBC. ഒരു സിംഗിൾ RBCയിലുള്ള ഹീമോഗ്ലോബിന്റെ ആവറേജ് എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പൊ മറ്റെന്തായിരുന്നു? ആവറേജ് വോളിയം ആയിരുന്നു അല്ലെ. അപ്പോൾ MCH കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ HB ഡിവൈഡഡ് ബൈ RBC കൗണ്ട് ഇൻറ്റു 10 എന്നുള്ളതാണ്. HB ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ HB ഡിവൈഡഡ് ബൈ ഏതിലുള്ളതായിരുന്നു? RBCയിലുള്ളത്. അപ്പൊ HB ഡിവൈഡഡ് ബൈ RBC കൗണ്ട് ഇൻറ്റു 10 എന്നുള്ളതാണ് ഏതിൻ്റെ? MCHൻ്റെത് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ MCHന്റെ നമ്മൾ നേരത്തെ 80 to 100 ഫെംറ്റോലിറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ MCHന്റെ വരുന്നത് 27 to 32 പൈക്കോഗ്രാം ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് വരുന്നത് MCHC, മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. MCHC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവറേജ് കോൺസെൻട്രേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ എ ഗിവൺ വോളിയം ഓഫ് പാക്ഡ് RBC. ഒരു പാക്ഡ് RBCയിലുള്ള ആവറേജ് ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ അഥവാ MCHC എന്ന് പറയുന്നത്. അപ്പൊ MCHC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് HB, അതായത് മറ്റേതായിരുന്നു? RBCയിലുള്ളത്. അപ്പൊ HB ഡിവൈഡഡ് ബൈ RBC ആയിരുന്നു. ഇതെങ്ങനെയായിരുന്നു? നമ്മുടെ പാക്ഡ് RBCയിലായിരുന്നു. അപ്പൊ എങ്ങനെ വരിക? HB ഡിവൈഡഡ് ബൈ ഹെമറ്റോക്രിറ്റ്, പാക്ഡ് സെൽ എന്ന് പറയുമ്പോൾ PCV അല്ലേ, ഹെമറ്റോക്രിറ്റ് ഇൻറ്റു 100 എന്നുള്ളതാണ് ഇതിന്റെ കാൽക്കുലേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മള്
ഇതിന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 32 to 36 gram per DL ആണ്. അപ്പോൾ MCV എത്രയായിരുന്നു? 80 to 100 femtoliter ആയിരുന്നു. MCH 27 to 32 picogram ആയിരുന്നു. പിന്നെ ഇതിൽ വരുന്നത് MCHC വരുന്നത് 32 to 36 അല്ലെങ്കിൽ 32 to 37 gram per DL ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഫോർമുലാസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഇനി നാലാമത്തത് വരുന്നത് റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത് അഥവാ RDW എന്നുള്ളതാണ്. റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത്. റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത് എന്താണ് മെഷർ ചെയ്യുന്നത്? വേരിയേഷൻ ഇൻ റെഡ് സെൽ സൈസ്, അതായത് വേരിയേഷൻ ഇൻ റെഡ് ബ്ലഡ് സെൽസ്. അതായത് അനോസൈറ്റോസ് ഇല്ലേ, നമ്മുടെ സൈസിൽ അനോസൈറ്റോസ് ഒന്നും ഷേപ്പിന് മാറ്റം വരുന്നതിന് നമ്മൾ പോയിക്ലോസൈറ്റോസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ RDW എന്താണ് മെഷർ ചെയ്യുന്നത്? നമ്മുടെ RBCയുടെ സൈസിലുള്ള വേരിയേഷനാണ് എന്ത് മെഷർ ചെയ്യുന്നത്? RDW മെഷർ ചെയ്യുന്നത്. അപ്പൊ RDW എങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് MCV ഡിവൈഡഡ് ബൈ മീൻ MCV ഇൻറ്റു 100 ആണ്. അത് ഫോർമുല ആയിട്ട് അങ്ങനെ ചോദിച്ച് കാണാറില്ല. പക്ഷെ RDW എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 11 to 14 അല്ലെങ്കിൽ 11.5 to 14.5% എന്നുള്ളതാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കിയിട്ട് വെക്കുക. MCV, MCH, MCHC, RDW. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഡസ് MCV മെഷേഴ്സ്? അതായത് MCV എന്താണ് മെഷർ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു MCV മെഷർ എന്തായിരുന്നു? ആവറേജ് സൈസ് ഓഫ് റെഡ് ബ്ലഡ് സെല്ലാണ്, അല്ലെങ്കിൽ ആവറേജ് വോളിയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ സൈസ് ഓഫ് RBC ആണ് എന്ത്? MCV എന്ന് പറഞ്ഞിട്ടുള്ളത്. MCV മെഷേഴ്സ് ദി ആവറേജ് സൈസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. അപ്പൊ അത് എന്ത് ചെയ്യും? നമ്മുടെ അനീമിയാസിനെ ക്ലാസിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അല്ലെ. മൈക്രോസൈറ്റിക് ആണോ, നോർമോസൈറ്റിക് ആണോ, മാക്രോസൈറ്റിക് ആണോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 100-നേക്കാൾ കൂടുതൽ മാക്രോസൈറ്റിക് ആയിരിക്കും, 80 to 100 ആണെങ്കിൽ നോർമോസൈറ്റിക് ആയിരിക്കും, 80-നേക്കാൾ കുറവാണെങ്കിൽ എന്തായിരിക്കും? മൈക്രോസൈറ്റിക് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മെഷർ ചെയ്യുന്നത്? ആവറേജ് സൈസ് ഓഫ് RBC ആണ് എന്ത് മെഷർ ചെയ്യുന്നത്? MCV മെഷർ ചെയ്യുന്നത്. ബാക്കി എല്ലാ ഓപ്ഷൻസ് എന്താണ്? സൈസ് ഓഫ് പ്ലേറ്റ്ലെറ്റ് എല്ലാം നമുക്കറിയാം. അതുപോലെ തന്നെ എന്താണ്? ടോട്ടൽ വൈറ്റ് കൗണ്ടോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഇൻ വൈറ്റ് ബ്ലഡ് സെൽസ്, അതൊന്നും എന്തല്ല ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് അല്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദി നോർമൽ റേഞ്ച് ഫോർ MCV ഇൻ അഡൽറ്റ്? നോർമൽ റേഞ്ച് ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? 80 to 100 femtoliter ആണ് സ്റ്റാൻഡേർഡ് റേഞ്ച് എന്ന് പറയുന്നത്. വാല്യൂസ് ബിലോ ഏതായിരുന്നു? മൈക്രോസൈറ്റോസിസ് ആണ്. എബോവ് എന്ന് പറയുന്നത് ഏതാണ്? മാക്രോസൈറ്റോസിസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു കണ്ടീഷനും പറഞ്ഞിട്ടുള്ളത് 100-നേക്കാളും കൂടുതൽ മാക്രോസൈറ്റിക് ആണ്, 80-യേക്കാളും കുറയുന്നത് മൈക്രോസൈറ്റിക് ആണ്. 80 to 100 എന്ന് പറയുന്നത് ഏതാണ്? ആണ് നോർമൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള റേഞ്ചുകളും എന്താണ്? ഇൻകറക്റ്റ് ആണ്. നോർമൽ റേഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പറ്റിയിട്ട് വേറൊരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, നമ്മളത് കാണാതെ തന്നെ പഠിച്ചു വെക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് വരുന്നത് MCH. അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുമ്പോൾ എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ബ്ലഡ് സെൽ ഇൻഡെക്സ് എന്താന്ന് പറഞ്ഞു, അത് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. മീൻ കോർപ്പസ്കുലാർ വോളിയം, മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹീമോഗ്ലോബിൻ എമൗണ്ട് ഇൻ എ സിംഗിൾ RBC. ഓപ്ഷൻ C ആണ് വരുന്നത്. ഹീമോഗ്ലോബിൻ കണ്ടന്റ് ആണ് അല്ലെ, ഹീമോഗ്ലോബിൻ എമൗണ്ട് ആണ്. MCH എന്തിനാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ആവറേജ് എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ പെർ RBC അല്ലെങ്കിൽ ഇന്നെ സിംഗിൾ RBC, സിംഗിൾ റെഡ് ബ്ലഡ് സെൽസിലുള്ള ഹീമോഗ്ലോബിന്റെ എമൗണ്ട് ആണ് എന്ത് പറയുന്നത്? MCH എന്ന് പറയുന്നത്. പിന്നെ ഓപ്ഷൻ A എന്ന് പറയുന്നത് ഏതായിരുന്നു? അപ്പോൾ ബാക്കിയുള്ളത് ഏതായിരുന്നു? ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. പിന്നെ ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ ആയിട്ട് സിംഗിൾ RBC പെർ RBC, അതായത് നമ്മുടെ പാക്ഡ് RBCയിൽ വരുന്ന ഏതായിരുന്നു? MCHC ആയിരുന്നു അല്ലെ. ബാക്കിയുള്ള എന്താണ്? 1 ലിറ്റർ ഓഫ് ബ്ലഡിൽ വരുന്നത്, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഇൻ പ്ലാസ്മ, അതൊന്നും ഒരിക്കലല്ല എന്തുമല്ല? MCH അല്ല. ഇനി നെക്സ്റ്റ് വരുന്നത് വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് MCH? MCH കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഏതായിരുന്നു? ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ആണ് അല്ലെ. അപ്പോൾ HB ഏതിലായിരുന്നു? സിംഗിൾ RBC. അപ്പോൾ ഡിവൈഡഡ് ബൈ RBC കൗണ്ട് ഇൻറ്റു 10. അപ്പൊ ഏതാ വരുന്നത്? ഓപ്ഷൻ B ആണ് വരുന്നത്. പിന്നെ ഹീമോഗ്ലോബിൻ ബൈ ഹെമറ്റോക്രിറ്റ് എന്ന് വരുന്നുണ്ട് അല്ലെ. അപ്പൊ പിന്നെ ഏതാണ് വരുന്നത്? ഹെമറ്റോക്രിറ്റ് ബൈ RBC. നെക്സ്റ്റ് വരുന്നത് RBC കൗണ്ട് ബൈ ഹീമോഗ്ലോബിൻ. അതൊരിക്കലും മാറിപ്പോകരുത്. നമ്മൾ എന്താ നോക്കുന്നത്? ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഇൻ RBC. അപ്പൊ അതുപോലെ തന്നെ HB ഡിവൈഡഡ് ബൈ RBC കൗണ്ട് ഇൻറ്റു 10. അങ്ങനെ തന്നെ പഠിച്ചു നോക്കി ഏതിൽ ഏതാണ് നോക്കുന്നത്. അപ്പൊ ഡിവൈഡഡ് ബൈ RBC ഇൻറ്റു 10 എന്നുള്ളതാണ് ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്
ലോ MCHC അതായത് മീൻ കോർപ്പസ്കുലർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഈസ് ടിപ്പിക്കലി സീൻ. ലോ MCHC ഏതിലാണ് കാണുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലോ MCHC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൺ ഡെഫിഷ്യൻസി, ഓപ്ഷൻ ബി അയൺ ഡെഫിഷ്യൻസി അനീമിയ. ലോ MCHC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഹൈപ്പോക്രോമിയ ആയിരിക്കും. അപ്പൊ അത് കാണുന്നത് ഏതിലാണ്? കോമൺലി കാണുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയയിലാണ് ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. MCHC ഏതാണ്? അതായത് പിന്നെ MCHC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ പെർ പാക്ഡ് RBCയിലായിരുന്നു അല്ലെ. അപ്പൊ അത് കുറവായിട്ട് കാണുന്നത് ഏതിലാണ്? അയൺ ഡെഫിഷ്യൻസി അനീമിയയിലാണ് കാണുക, ഹൈപ്പോക്രോമിയാണ്. നെക്സ്റ്റ് വരുന്നത് അതിൽ സിക്കിൾ സെൽ അനീമിയാണ്. സിക്കിൾ സെൽ അനീമിയ എന്താണ്? സാധാരണ നോർമോക്രോമിക് സെൽസ് ആണ് കാണുക. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അതും മാക്രോസൈറ്റോസിസ് ആണ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. പോളിസൈത്തീമിയ എന്ന് പറയുന്നത് എന്താണ്? പോളിസൈത്തീമിയന്റെ കേസിലും ഒരിക്കലും എന്ത് കോസ് ചെയ്യില്ല? MCHC കോസ് ചെയ്യില്ല. അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ കേസിൽ മാത്രമേ എന്ത് കോസ് ചെയ്യുള്ളൂ? MCHC കോസ് ചെയ്യുള്ളൂ. വാട്ട് ഡസ് RDW റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത് എന്തിനായിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്? വേരിയേഷൻ ഇൻ റെഡ് ബ്ലഡ് സെൽ സൈസ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ സൈസ്. അനൈസോസൈറ്റോസിസ് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? റെഡ് ബ്ലഡ് പിന്നെ RDW എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് മെഷർ ചെയ്യുന്നത്? വേരിയേഷൻ ഇൻ റെഡ് ബ്ലഡ് സെൽ സൈസ് അഥവാ അനൈസോസൈറ്റോസിന്റെ ഇതാണ് വേരിയേഷൻ. ഇതാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? RDW വഴി നമ്മൾ മെഷർ ചെയ്യുന്നത്. പിന്നെ ഓപ്ഷൻ വേരിയേഷൻ ഇൻ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഒരിക്കലും എന്തല്ല, RDW ഒക്കെ എന്താണ്? റെഡ് സെൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അത് വൈറ്റ് സെല്ലുമായിട്ട് ഒരു റിലേഷനും ഇല്ല. പിന്നെ പ്ലേറ്റ്ലെറ്റ് ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത് അതും അൺറിലേറ്റഡ് ആണ്. ഹീമോഗ്ലോബിൻ പിന്നെ കോൺസെൻട്രേഷൻ കണ്ടന്റ് എന്ന് പറയുന്നത് അതും എന്തല്ല, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തല്ല. എന്തായിരുന്നു? റെഡ് ബ്ലഡ് സെൽസിന്റെ സൈസിന്റെ വേരിയേഷൻ ആണ് നമ്മൾ എന്തിൽ മെഷർ ചെയ്യുന്നത്? RDW അഥവാ റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്തിൽ മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അനൈസോസൈറ്റോസിസ് എന്ന് വഴിയും ചോദിക്കാം. നെക്സ്റ്റ് വരുന്നത് വിച്ച് ഇൻഡെക്സ് ഈസ് യൂസ്ഡ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈക്രോസൈറ്റിക് ആൻഡ് മാക്രോസൈറ്റിക് അനീമിയ. മൈക്രോസൈറ്റിക്കും മാക്രോസൈറ്റിക്കും നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? മീൻ കോർപ്പസ്കുലാർ വോളിയം അല്ലെ. അപ്പോൾ അതായത് MCV ഓപ്ഷൻ ബി ആണ് വരുന്നത്. MCV ആണ് അതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. MCV എന്താണ് മെഷർ ചെയ്യുന്നത്? ആവറേജ് സൈസ് ഓഫ് RBC അല്ലെ. അപ്പോൾ അത് കൂടുതലായാൽ മാക്രോസൈറ്റിക്, കുറവാണെങ്കിൽ മൈക്രോസൈറ്റിക്, നോർമൽ ആണെങ്കിൽ നോർമോസൈറ്റിക്. അപ്പൊ മൈക്രോസൈറ്റിക് അനീമിയ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 80 to 100 femtoliter ആണ്. പിന്നെ മാക്രോസൈറ്റിക് അനീമിയാസിനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനീമിയാസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് നമ്മൾ MCV യൂസ് ചെയ്യുന്നത്. നമ്മുടെ എന്തായിരുന്നു? ആവറേജ് സൈസ് ഓഫ് RBC ആണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും കാര്യങ്ങൾ തന്നെയാണ് അതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല, MCV ആണ്. നെക്സ്റ്റ് വരുന്നത് എ ഹൈ RDW ഇൻഡിക്കേറ്റ്. ഹൈ RDW ആണെങ്കിൽ എന്ത് കോസ് ചെയ്യും? യൂണിഫോം RBC സൈസ്, അനൈസോസൈറ്റോസിസ്, നോർമൽ RBC മോർഫോളജി, മാക്രോസൈറ്റോസിസ്. ഏതായിരുന്നു? RDW എന്താ മെഷർ ചെയ്യുന്നത്? വേരിയേഷൻ ഇൻ റെഡ് സെൽ സൈസ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് ഏതാണ് വരിക? വേരിയേഷൻ ഇൻ റെഡ് സെൽ സൈസ് നമ്മൾ എന്താണ് പറയുന്നത്? അനൈസോസൈറ്റോസിസ്. വേരിയേഷൻ റെഡ് സെൽ ഷേപ്പ് എന്തായിരുന്നു? കോയിക്കലോ സൈറ്റോസിസ് ആയിരുന്നു. അപ്പോൾ RDW സൈസ് ആണ്, വേരിയേഷൻ ഇൻ സൈസ് ആണ്, അനൈസോസൈറ്റോസിസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് നോർമൽ റേഞ്ച് ഓഫ് MCHC. MCHCയുടെ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി ആണ്. 30 to 36 ആണ്. നമ്മൾ 30 to 37 എന്നും പറയാറുണ്ട്. ഇതിലൊരു റേഞ്ചിൽ വരുന്നത് 30 to 36 gram per DL ആണ്. ബാക്കിയെല്ലാം തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നോർമൽ റേഞ്ച് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനില്ല. 30 to 36 ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ MCH എത്രയായിരുന്നു? 27 to 32 പൈക്കോഗ്രാം ആയിരുന്നു. മറ്റത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. MCV ഏതായിരുന്നു? 80 to 100 femtoliter ആണെന്നുള്ളത്. അപ്പൊ എല്ലാം കുറച്ച് റിലേറ്റഡ് ആണ്. MCV മാത്രം കുറച്ച് കൂടുതലാണ്, 80 to 100 femtoliter ആണ്. ബാക്കിയെല്ലാം ഈ ഒരു റേഞ്ച്, അതായത് 27 to 32, ഇത് വരുന്നത് 30 to 36 എന്നുള്ളതാണ്. മാറ്റമുണ്ട്. femtoliter പൈക്കോഗ്രാം, ഇത് വരുന്നത് MCHC വരുന്നത് gram per DL. അപ്പൊ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഡസ് എ ഹൈ MCV ഇൻഡിക്കേറ്റ്. ഇത് തന്നെയാണ് മനസ്സിലാക്കുക. ഹൈ MCV ആകുമ്പോൾ എന്തായിരിക്കും? മാക്രോസൈറ്റിക് ആണ്. കുറയുമ്പോൾ എന്തായിരുന്നു? MCV കുറയുമ്പോൾ എന്തായിരുന്നു? മൈക്രോസൈറ്റിക് ആണ്. നോർമൽ ആവുന്ന സമയത്ത് നോർമോസൈറ്റിക് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയുന്ന കേസ് തന്നെയാണ്. നമ്മൾ ജസ്റ്റ് അത് പറഞ്ഞു പോകാന്നുള്ളൂ. ഹൈ MCV എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 100 femtoliter ആയിരിക്കും. അതെന്താണ്? അസോസിയേറ്റഡ് വിത്ത് മാക്രോസൈറ്റിക് അനീമിയ ആണ്. ഈ മാക്രോസൈറ്റിക് അനീമിയ കോമൺലി കോസ് ചെയ്യുന്നത് എന്തായിരുന്നു?
നമ്മൾ അനീമിയയുടെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ B12 അല്ലെങ്കിൽ ഫോളേറ്റ് ഡെഫിഷ്യൻസി ആയിരുന്നു. അപ്പൊ അതുകൂടെ ജസ്റ്റ് പറഞ്ഞു പോകാന്നേ ഉള്ളൂ. വൈറ്റമിൻ B12 അല്ലെങ്കിൽ ഫോളേറ്റ് ഡെഫിഷ്യൻസി ആയിരുന്നു കോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് മാക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. പിന്നെ മൈക്രോസൈറ്റിക് അനീമിയ എന്തായിരിക്കും? ലോ MCV ആയിരിക്കും അല്ലെ. നോർമോസൈറ്റിക്കിൽ എന്താണ്? എപ്പോഴും MCV നോർമൽ ആയിരിക്കും. ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറയുന്നത് അത് പിന്നെ ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നോർമോസൈറ്റിക് ആയിരിക്കാം അല്ലെങ്കിൽ മാക്രോസൈറ്റിക് ആയിരിക്കാം. നമുക്ക് MCV വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹീമോലൈറ്റിക് അനീമിയ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഹീമോലൈറ്റിക് അനീമിയ ഐദർ നോർമോസൈറ്റിക് ഓർ നോർ മാക്രോസൈറ്റിക് എന്നുള്ളതാണ് നമ്മൾ പറയാൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ MCV വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം തന്നെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ മൈക്രോസൈറ്റിക് എന്ന് പറയുന്നത് നമ്മൾ അനീമിയയുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ B12 അല്ലെങ്കിൽ ഫോളേറ്റ് ഡെഫിഷ്യൻസി ആണെന്നും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മാറിപ്പോകാതെ MCV, MCH മാറിപ്പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കുക.